ഇങ്ങനെ ഇത് പണിതപ്പോൾ ഇതൊരു വലിയ ടാസ്ക്കാണ്. പണ്ടുള്ള ഒരു വീടിൻ്റെ അതേ ഒരു തനിമ നിലനിർത്തി പണിയാന്നുള്ളത്. ഈ ഒരു ഏരിയയിൽ ഏറ്റവും അട്രാക്ഷൻ ഈ ഒരു ചുമര്. ഇത് എന്തായിരുന്നു പണ്ടത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വാൾ തന്നെ. ഇത് നാലുകെട്ടിന്റെ ആ ഒരു സ്റ്റൈല് കീപ്പ് ചെയ്തിട്ടാണ് ചെരുവ് ഓടും ചെയ്തിട്ട് തണുപ്പിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇപ്പൊ ഈ നാലുകെട്ട് പണ്ടത്തെ വീട് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിന് ഇതൊരു നമ്മളെ ബാൽക്കണി പോലെ ഒരു ഏരിയ അല്ലേ. അപ്പൊ അന്ന് വടക്ക് നോക്കി ഇല്ലാത്ത കാലാണ്. അത്ര വർഷം പഴക്കാണ്. അപ്പൊ ഹായ് ഫ്രണ്ട്സ്, വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ. മനോഹരമായ 2000 സ്ക്വയർ ഫീറ്റിൽ പുതുക്കി പണിത ഒരു കിടിലൻ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏകദേശം 500 വർഷം പഴക്കമുണ്ടായിരുന്ന ഒരു തറവാട് വീട് അത് പുതുക്കി പണിത് മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു തറവാട് വീടാക്കി മാറ്റിയ ഒരു കിടിലൻ വീട്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് അടുത്താണ്. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റാണ് ഇപ്പോൾ ഈ വീടുള്ളത്. ഈ വീടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുമല്ലോ. വർഷം പഴക്കമുള്ള ഈ നാലുകെട്ട് തറവാടിനെ പുതുക്കി പണിത ഈ വീട് നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് ബിനീഷാണ്. ബിനീഷാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തത്. അദ്ദേഹം ഒരു ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം പണ്ടുള്ള ഇലക്ട്രിക്കൽ ഏത് വഴിയാണ് പോയിട്ടുണ്ടാകുക, അത് എങ്ങനെ പുതുക്കി കൊടുക്കണം എന്നൊക്കെ അല്ലേ. അപ്പോൾ ബിനീഷ്, ഈ ഒരു വീടിനെ കുറിച്ച് ഇപ്പോൾ ആളുകൾക്ക് അറിയേണ്ടതും എനിക്കറിയേണ്ടതും, ഇങ്ങനെ ഇത് പണിതപ്പോൾ ഇതൊരു വലിയ ടാസ്ക്കാണ്. പണ്ടുള്ള ഒരു വീടിൻ്റെ അതേ ഒരു തനിമ നിലനിർത്തി പണിയാന്നുള്ളത്. എന്താ നേരിട്ടത് ആദ്യം? അത് പുതിയ വീടെടുക്കാൻ വളരെ എളുപ്പമാണ്. അതെ, പ്ലാൻ വരച്ച് എഞ്ചിനീയർ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ പഴയ വീട് പുതുക്കി പണിയെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. അതെ, നല്ല രീതിയിൽ പ്രയത്നിച്ചെങ്കിലേ ചെയ്യാൻ കഴിയും. അതെ, അധ്വാനം വേണം, കറക്റ്റ് ശ്രദ്ധ വേണം. ഓരോ വർക്ക് എടുക്കുമ്പോൾ അതിൻ്റെതായ ശ്രദ്ധ അതിൽ കൊടുത്തെങ്കിൽ നമുക്ക് കറക്റ്റ് ആ രൂപത്തിൽ ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പോൾ ഗേറ്റ് ഇവിടെ സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ. വുഡൻ ഫീലിങ്ങിലാണ് ഈ ഒരു ഗേറ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് അതേപോലെ ഫ്ലോറിൽ ഫുള്ള് താന്തൂർ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ കൊടുത്തിട്ടുണ്ട്. കാറൊക്കെ ഉള്ളതായതുകൊണ്ട് കയറി പോകുമ്പോൾ ബുദ്ധിമുട്ടൊന്നും വരണ്ട. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഈ ഒരു എൻട്രൻസിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു നാലുകെട്ടിൻ്റെ ഒരു എൻട്രി അല്ലേ. അതുപോലെ തന്നെയാണ് ഈ സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആളുകളൊക്കെ പറഞ്ഞില്ലേ അത് പൊളിക്കണ്ട, അങ്ങനെ ആവില്ല, അഭിപ്രായം പറഞ്ഞു. പൊളിക്കാതെ വേറെ പുതിയ എടുത്ത് ചെയ്യാന്നൊക്കെ അഭിപ്രായം പറഞ്ഞു. ഞാൻ 1-2 എഞ്ചിനീയേഴ്സിനെ വന്നിട്ട് കാട്ടി. അപ്പോൾ അവർ പറഞ്ഞ് പുതുക്കി പണിഞ്ഞാല് കുഴപ്പമൊന്നുമില്ല, കുറച്ച് റിസ്ക് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. പക്ഷെ ഉറപ്പും കാര്യങ്ങളൊക്കെ നല്ല തിയറിപരമായിട്ട് നല്ല കറക്റ്റായി ചെയ്യാൻ കഴിയും. ആ ഒരു ഒറ്റ ഉറപ്പിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയി. അപ്പോൾ അവസാനം എഞ്ചിനീയേഴ്സിനൊക്കെ മാറ്റി നിർത്തി മുന്നോട്ട് പോയി. എന്നാലും സ്ട്രക്ചറിന് ഹെൽപ്പ് നമ്മളെ എഞ്ചിനീയർ സുരേഷ് ബാബു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. ഇതാണ് ഇതിന്റെ സിറ്റ് ഔട്ട് അല്ലേ. ഇത്ര വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട് ആണ്. ഇരിക്കാനും കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യവും ഉണ്ട്. നാലുകെട്ടിന്റെ ആ ഒരു സ്റ്റൈല് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ചെരുവ് ഓടും ചെയ്തിട്ട് തണുപ്പിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇപ്പൊ ഈ നാലുകെട്ട് പണ്ടത്തെ വീട് എന്നൊക്കെ പറഞ്ഞാൽ അധികം ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഡിസൈനും വേണം. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ വീട് പൂർണ്ണമായിട്ട് പൊളിച്ചിട്ടല്ല പണിത്. അപ്പോൾ ഇതിൽ കുറെ വുഡൻ വർക്കുകളൊക്കെ സീലിങ്ങിലൊക്കെ ഉണ്ട്. അതന്നെ നിലനിർത്തിയിട്ടുണ്ട്, ചെയ്തതാണ്. ഓക്കെ, ആ ഭാഗത്തേക്ക് നമ്മൾ പോവാം. അതിനു മുമ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് സാധാരണ ഫ്ലോർ ടൈൽസ് ആണ്. അതുപോലെ ടൈൽ കൊണ്ടുള്ള ഒരു ഇരിപ്പിടങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഇതിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് ടൈലാണോ യൂസ് ചെയ്തത്? ലാറ്ററൈറ്റ് സ്റ്റോൺ ടൈലിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അതിന്റെ ഗുണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടൈലുകളാണ്. ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും പുറത്ത് മഴ നനയാണെങ്കിൽ പ്രോബ്ലം ഇല്ലാതിരിക്കാനും അതുകൊണ്ടാണ് ഇവിടെ ടൈൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ വീട് ഇതിനേക്കാൾ വലുതായിരുന്നു. വലിയ വീടായിരുന്നു, 4 കെട്ടായിരുന്നു. 4 കെട്ട് അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു അല്ലേ. അതിലങ്ങനെ പോയിട്ട് കിണർ വരെ അവിടുന്ന് അടുക്കളയിൽ നിന്ന് വെള്ളം മുക്കണ കിണറായിരുന്നു. പണ്ടുള്ള കിണറാണ് അല്ലേ അത്. ആ ഒരു ഭാഗത്തേക്കൊക്കെ പോയി അതൊക്കെ പൊളിച്ചിട്ട് ഒന്ന് ചെറുതാക്കിയാണ്. ചെറുതാക്കി എടുത്തതാണ്. ഓക്കെ, എനിക്ക് മെയിൻ ഡോർ ആണല്ലോ, ഓൾഡ് വുഡ് ആണ് അല്ലേ. പ്ലാവാണോ ഉപയോഗിച്ചിട്ടുള്ളത്? പ്ലാവാണ്. നമുക്ക് അകത്തേക്ക് കയറാം അല്ലേ.
ഇപ്പൊ ലിവിങ്ങിലാണ് നമ്മളുള്ളത്. ഇപ്പൊ ലിവിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്തത്? ഇവിടെ ഞാൻ പറയുന്ന ഈ ഒരു കാര്യം വുഡാണ്, പോളിഷ് ചെയ്തത് തേക്കാണ്. അതപ്പോ ഈ 4 കെട്ട് ഒക്കെ വീടുകളിലൊക്കെ ഇതുപോലെ ഉണ്ടാവും അല്ലെ? സീലിംഗ് ചെയ്യുന്ന ഒരു ഐഡിയ പഴയ വീടുകളിലൊക്കെ ഈ തട്ടുണ്ടാവും വേണ്ടിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഉറപ്പിന് വേണ്ടിട്ട് ഓടാകുമ്പോ അടച്ചുറപ്പിന് വേണ്ടിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സംഭവം. ഇതെല്ലായിടത്തും ഉണ്ടാവും. ഇതിപ്പോ ഡിസൈൻ ആയിട്ട് പുതിയ വീടുകളിൽ ജിപ്സം കൊണ്ടൊക്കെ ചെയ്യല്. അതെ, വുഡാണ്. ഇനി ഈ സിറ്റ് ഔട്ടിൽ നമുക്ക് കാണാം 2 സൈഡിലും ഇരിപ്പിടങ്ങൾ ഉണ്ട് അല്ലെ? ചെറിയ സോഫ. അതുപോലെ ഇവിടെ TV വരുമായിരിക്കും അല്ലെ? ടിവിയുടെ ഫിറ്റ് ചെയ്യാണ്ട്. നമ്മൾ അതാണ് ഈ ലിവിങ്ങിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ക്വയർ ഫീറ്റ് പറയുമ്പോൾ ഈ വീട് 2000 ഉണ്ടെങ്കിൽ കൂടി ഇത് ഇവിടെ ഒന്നും കാണാൻ ഉണ്ടാവില്ല. വ്യാപിച്ച് കിടക്കുകയാണ്, കോറിഡോറുകളാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സാധാരണ വീടിന് ഇല്ലാത്തൊരു ഏരിയ ആണ്. നമുക്കൊരു കോറിഡോർ പാസേജ് തന്നെ അല്ലേ? ഈ ഒരു ഏരിയയിൽ ഏറ്റവും അട്രാക്ഷൻ ഈ ഒരു ചുമര്. ഇത് എന്തായിരുന്നു പണ്ടത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വാൾ തന്നെ? ഇത് പൊളിക്കാത്ത ചുമരാണ് അല്ലേ? പൂജാ റൂമാണ്. കാലത്തെ പൂജാ റൂം. അപ്പൊ അത് പൊളിക്കാതെ തന്നെ നമ്മള് നിലനിർത്തിയാണ്. അപ്പൊ ഈ പൂജാ റൂമിൽ ഈ ചുമര് ഒരു പിക്ചർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആരാണ് ചെയ്തത്? അത് ഉണ്ണി ഉഗ്രഭൻ ചെയ്ത മ്യൂറലാണ് ഈ കാണുന്നത്. ഇതൊരു ദൈവികമായിട്ടുള്ള ഒരു തീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൃഷ്ണനും രാധയിലെ ഒരു തീമിലാണ് ചെയ്തത്. കാരണം ഇതൊരു പൂജാ റൂം എന്നുള്ള നിലക്ക് ഇവിടെ ഇതൊരു നമ്മളെ എല്ലാ വീടുകളിലൊന്നും കാണാത്ത ഒരു സ്റ്റൈൽ പൂജാ റൂം. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? ഇത് പഴയ കാലത്ത് പടിഞ്ഞാറ്റി എന്ന് പറയും. പടിഞ്ഞാറ്റി അത് പഴയ തറവാടുകളിൽ എല്ലാ വീടുകളിലും നിലനിർത്തി പോരുന്ന ഒരു ഇതാണ്. അതേപോലെ പണ്ടേ ഉള്ളതാണ്, ഒന്നും ഒരു ചേഞ്ചും ചെയ്യാതെ നിലനിർത്തി. ഇതൊക്കെ വുഡാണ് കേട്ടോ. നമ്മള് ജസ്റ്റ് പോളിഷ് ചെയ്ത് അല്ലെങ്കിൽ ചെറിയൊരു പ്ലാവ് ചെയ്ത് തന്നെയാണ്. ഇതൊക്കെ പണ്ടത്തെ വുഡുകൾ തന്നെയാണ്. പഴയ ചെയ്തതൊക്കെ പ്ലാവിലല്ല, പഴയ മരങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ. ഈ ഒരു ഏരിയയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീലിംഗിൽ വുഡ് ഉണ്ട്. അതുപോലെ ബാക്കിൽ ഇത് പുതിയതായിട്ട് ചെയ്ത ഷെൽഫുകളാണ്. ഇത് വെറും ഷെൽഫ് അല്ല, ഇത് എന്താണ് സംഭവം? ഇതൊരു ബാത്റൂം കൂടി ഉണ്ട്. ഇവിടെ ഒരു ബാത്റൂം ഒളിഞ്ഞ് കിടപ്പുണ്ട് അല്ലേ? ഇതാണ് ഡോറ്. ഇത് നമുക്കൊരു ഹിഡൻ ഏരിയ ആണ് കേട്ടോ. ഇവിടുന്ന് ഒരു ടോയ്ലറ്റ് ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഇവിടെ ഇതൊരു കോമൺ ടോയ്ലറ്റ് ആണ്. അതൊരു ഹിഡൻ ഏരിയയിലേക്ക് മാറ്റിയതാണ് ഇവിടെ കണ്ടത് അല്ലെ? ഇത് വേറെ ഷെൽഫ് ഉണ്ടോ അതോ? ഷെൽഫുകളും ഉണ്ട്. അതൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഈ സ്ക്വയർ ഫീറ്റ് എവിടെ പോയതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി വരുന്നുണ്ട്. ഇത് നമുക്കിവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് അല്ലേ? ഈ ഏരിയയിൽ നല്ല കളർഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഡൈനിങ് ടേബിളും നമുക്ക് 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെയും പുതുതായിട്ട് ഉണ്ടാക്കിയ കോൺക്രീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് മുകളിൽ ഓടിട്ട ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഈ ഒരു ക്ലോക്ക് എവിടുന്ന് ഒപ്പിച്ചു? പ്രസന്റേഷൻ കിട്ടിയതാണ്. ഒരു മാച്ചിങ് വരുന്നുണ്ടായില്ലേ? ഇവിടെ ഈ ഒരു ഡൈനിങ്ങിൽ വാഷ് ബേസിനകത്തേക്ക് തള്ളി അല്ലേ? ഇത് പുറത്തേക്ക് പുതിയ ഉണ്ടാക്കിയ പോർഷൻ, അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഏരിയ ഉള്ളത്. ബാത്റൂമിന്റെ ആ ചുമര് ഇവിടെ വരും അല്ലെ? ഇവിടുന്ന് അങ്ങോട്ടായിരിക്കും ആ ബാത്റൂമിന്റെ ചുമര് വരിക. അപ്പൊ ഇതൊക്കെ മുമ്പത്തെ അതൊന്നും പൊളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പെയിന്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെയും സീലിംഗ് ഇതുപോലെ ചെയ്തു അല്ലെ? മുമ്പേ ഉണ്ടോ ഈ സൈഡിൽ ഇത്? അതോ ജിപ്സം ചെയ്താണോ? ലൈറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ജിപ്സം കൊണ്ട് ചെയ്തു. അതെ, മുമ്പുള്ള തറവാടുകളിൽ ആവശ്യത്തിന് ലൈറ്റുകൾ ഉണ്ടാവില്ല. അദ്ദേഹം ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് ആവശ്യത്തിന് ലൈറ്റുകൾ ഇതുപോലെ ആഡ് ചെയ്തതാണ്. ലൈറ്റുകളും സീലിംഗിലാണ് കവർ ചെയ്ത് പോകുന്ന അല്ലെ? ഓക്കെ. ഇവിടെ ഒരു അട്രാക്ഷൻ കാണണ്ടല്ലോ. അത് മുമ്പത്തെ ഒരു ടേബിള് അല്ലെ? അയൺ ടേബിൾ ആണ്. വീട്ടിൽ ചെയ്ത് എത്രയോ വർഷം പഴക്കണ്ടാവും ഇതിനുണ്ടോ? അതൊന്നും നല്ല അട്രാക്ഷൻ. ഇതാണ് ഇവിടെ അട്രാക്ഷൻ. പണ്ടുള്ള അയൺ ബോക്സ് ആണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇതൊക്കെ ഇവിടെ കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ? ഇത് ശരിക്കും ഒരു ഷെൽഫ്, നല്ലൊരു ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ട് അതിലിങ്ങനെ സെറ്റ് ചെയ്യണം. അതെ, വർക്ക് ഫിനിഷ് ആയിട്ടില്ല. അപ്പൊ ഈ ഒരു പാസേജ് നേരെ ഇവിടെ സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ. ഷോറൂം ഒക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയത് തോന്നുന്നു അല്ലെ? നമ്മൾ കിച്ചണിലാണ് എത്തുന്നത്. കിച്ചണിലാണ് ഇനിയുള്ള കാര്യങ്ങൾ. കിച്ചണിൽ ഒരു നല്ല സെന്ററിൽ ഒരു അടിപൊളി ലൈറ്റ് സെറ്റ് ചെയ്തു അല്ലെ? ആവശ്യത്തിന് ലൈറ്റ് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു വിൻഡോ സ്ലൈഡിങ് ആണല്ലോ കൊടുത്തല്ലേ? പടിഞ്ഞാറ് ഭാഗമാകുമ്പോൾ വെളിച്ചം കിട്ടും. പിന്നെ മഴയൊക്കെ പെയ്താല് വെള്ളം വരാക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ കിച്ചണിൽ ഇതുപോലുള്ള വിൻഡോകളൊക്കെ ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു ഓപ്ഷനാണ് ഈ സ്ലൈഡിങ് ഡോർ. നമുക്ക് പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യാം. ഈ അടച്ച് തുറക്കുന്നതാകുമ്പോൾ ചില ആൾക്കാർ അത് തുറക്കാൻ മടിച്ചിരിക്കും. ഇതാകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നീക്കിയാൽ കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ഗ്രില്ലും കൊടുത്തിട്ടുണ്ടല്ലോ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ കൂടുതൽ സ്റ്റോറേജ് മേലെ ഉണ്ട്. അതുപോലെ ഇനി വർക്ക് ഏരിയ വരാനുണ്ടാവും അല്ലെ? പുറത്ത് വരും. ഇതിപ്പോ ഗ്യാസ് ചെയ്തതാണ്. ഇത് മേലെ ഗ്രാനൈറ്റ് ആണോ? ഗ്രാനൈറ്റ് ടോപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട്.
പിന്നെ ഫ്രിഡ്ജ് ഈ ഒരു കോർണറിലേക്ക് മാറ്റിയില്ലേ? വാഷിംഗ് മെഷീൻ അപ്പുറത്തൊരു കട്ടിങ് ഉണ്ട്. ഇവിടെ ഒരു അത് മുമ്പുള്ള പോർഷൻ ആണ് ആ ഭാഗം? അല്ല, ആ ഭാഗം പുതിയ ഒരു പുറത്തൊരു ബാത്റൂമും കുളിമുറി വേണം. പുറത്തും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇതാണ് നിങ്ങളെ ഒരു പാർട്ടി ഏരിയ. 3 dB ആയിട്ടാ ചെയ്തത്. 3 dB ആയിട്ട് ചെയ്തു. അപ്പൊ ഇതുപോലുള്ള 2000 സ്ക്വയർ ഫീറ്റിലെ വീടിനൊക്കെ എത്ര dB കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? 2 dB ആയാലും മതി. നമ്മള് പഴയ വീടായതുകൊണ്ട് നമുക്ക് ചുമര് വയറിങ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഒരു ഭാഗം ലൈൻ വിടത്തി കഴിഞ്ഞാല് മെയിൻ്റനൻസിനും കാര്യങ്ങൾക്കും എളുപ്പമാണ്. പിന്നെ തിയറികളായിട്ട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. മൂന്നെണ്ണം ചെയ്യും. അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പൊ ഇങ്ങനത്തെ പൊളിച്ച് പണിയുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആട്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനത്തെ ആളുകളെ കിട്ടുമ്പോഴാണല്ലോ നമുക്ക് ഈ ഒരു പോയിന്റുകൾ ഊറ്റിയെടുക്കാൻ പറ്റുക. ഇതെന്താണ് ഇവിടെ ഒരു സ്പെഷ്യൽ സംഭവം? ഇത് ഇങ്ങനെ അത്ര കണ്ട് പരിചയമില്ല. അതൊരു ഇരിപ്പിടാണോ? എന്താണ് സംഭവം? ഇത് നമുക്ക് അടുക്കളയിലൊക്കെ ഒന്ന് കുഴങ്ങുകയാണെങ്കിൽ ഇരിക്കും ചെയ്യാം, ലേഡീസിനൊക്കെ പാകം ചെയ്യുമ്പോൾ. പിന്നെ ചിലവാണെങ്കിൽ ഇതിങ്ങനെ ഊരിയിട്ട് അടിപൊളി ഒരു ചെലവായി മാറിയിരിക്കുകയാണ്. സുഖമായിട്ട് നല്ലൊരു കുശലി ഇരിക്കും ചെയ്യാം, ചെലവ് ചെയ്യാം അല്ലെ. ഇതൊക്കെ വീടുകളിൽ ആവശ്യമുള്ള സാധനങ്ങളാട്ടോ അതുപോലുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ആൾക്കാർ അന്വേഷിച്ച് വാങ്ങും. ഇത് ഇവിടുന്ന് അടുത്തുനിന്ന് തന്നെ വാങ്ങിയതായിരുന്നു. സുരേഷേട്ടന്റെ കട ഉണ്ട് ഉഗ്രവരുത്തി, അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നിങ്ങളുടെ ഒക്കെ നാട്ടിൽ ഉണ്ടാവും ഇതുപോലുള്ള സംഭവങ്ങൾ. ചോദിച്ചറിഞ്ഞ് വാങ്ങാം. നമ്മളുള്ളത് ഒരു ബെഡ്റൂമിലാണ് അല്ലെ. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്ര ബെഡ്റൂം വരുന്നുണ്ട്? ഒരു റൂമുള്ളൂ. ഒറ്റ റൂമേ വരുന്നുള്ളൂ. പഴയ റൂം തന്നെയാണ്. അതേ സൈസ് അൾട്രേഷൻ ചെയ്ത് സീലിംഗ് ഒക്കെ നിലനിർത്തി പോകുന്നു. അപ്പൊ ഇതില് ബെഡ് ഈ ഒരു സൈസുള്ള റൂം ആയതുകൊണ്ട് ചെറിയൊരു കട്ടില് കൊടുത്തു, ഒരു ഷെൽഫും കൊടുത്തു. കർട്ടനൊക്കെ എല്ലായിടത്തും ചെയ്തു, കവർ ചെയ്തു അല്ലേ. ഇതും വുഡ് തന്നെയാണോ? ആദ്യത്തെ പ്ലാവിലാണ്. ഇങ്ങനത്തെ വീടിനൊക്കെ ഇത് ചെയ്യാനുള്ള മറ്റൊരു കാരണം അതിന് ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാവും അല്ലെ. ഇവിടെയും ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലും പോയി. അപ്പോൾ ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റെയർ. ഇത് ആദ്യം ഉണ്ടാവുമല്ലോ സ്റ്റെയർ. സ്റ്റെയർ ആദ്യം വുഡിലുണ്ടായിരുന്നു. ഇപ്പൊ അതിന് ശേഷം നമ്മള് വുഡ് കുറച്ച് കേടുപാടുകൾ വന്നുകൊണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് ഹാൻഡിൽ മാത്രം വുഡ് കൊടുത്തു. അതായത് ഇത് കോൺക്രീറ്റ് ചെയ്ത സ്റ്റെയർ ആണ്. അതിൽ ടൈലാണ് ഇട്ടിട്ടുള്ളത്. വുഡൻ ഫിനിഷ് ഉള്ള ടൈല് കൊടുത്തു. ഇത് വുഡാണ്, ഹാൻഡ്രൈൽ വുഡാണ്. പക്ഷെ ഇതിനകത്ത് ഉള്ളത് ഇത് മെറ്റലാണ്. അതിന് അതേ പെയിന്റ് കൊടുത്തതാണ് കേട്ടോ. നമുക്ക് മേലെ ഇങ്ങനെ പോവാം. ഇവിടെയൊക്കെ പണ്ടേ ഉണ്ട് ഈ ഒരു സിസ്റ്റം അല്ലേ. വെളിച്ചത്തിനുള്ള വിൻഡോ കേട്ടോ. അതൊക്കെ ഇപ്പോഴും ആളുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ മേലേക്ക് കയറി കഴിഞ്ഞാല് റൂഫ് ഫുള്ള് ഓട് അല്ലേ. എന്ത് തരം ഓടാ ഉപയോഗിച്ചത്? ഇതൊക്കെ പഴയ നാടൻ പഴയ ഓട് പോളിഷ് പെയിന്റ് ചെയ്തതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ വുഡാണ് അല്ലേ. തേക്ക് പ്ലാവ് നല്ല അതില് ചെയ്തത് തന്നെയാണ്. ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിന് ഇതൊരു നമ്മളെ ബാൽക്കണി പോലെ ഒരു ഏരിയ അല്ലേ. നമുക്ക് വായിക്കാതിരിക്കാനും വെറുതെ വൈകുന്നേരങ്ങളിലൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കാനും നല്ല കാറ്റ് കിട്ടും. നല്ലൊരു കാറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഇതൊക്കെ ഈ തറവാട് വീടുകളിലൊക്കെ ഉള്ള ഒരു സിസ്റ്റം ആണ് അല്ലേ. കാലങ്ങളിൽ ഉണ്ടാവുന്ന ഒരു സിസ്റ്റം. ഇപ്പൊ ഉള്ള വീടുകളിലൊക്കെ ഇത് മെറ്റൽ കൊണ്ടാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് വുഡ് തന്നെയാണ്. തേക്കിലുള്ള പഴയ തേക്കാണ് ഒന്ന് പോളിഷ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ വുഡ് തന്നെയാണ് അല്ലേ. മുമ്പുള്ള അതേ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ ഈ ഒരു ഡോറ് ശ്രദ്ധിച്ചാൽ നല്ല ഒരു ചെറിയ ഡോർ നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വൺഡേ ഉള്ള ഒരു ഡിസൈൻ ആട്ടോ. ഇത് പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിച്ചോ ഇത് വലുതാക്കണോ? അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു. 12 ആൾക്കാർ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ പഴയ തന്നെ മതി എന്നുള്ളൊരു ഇതില് ഇത് തന്നെയാണ് നല്ലത്. ഈ ഒരു പഴമ നിലനിർത്തുക എന്നുള്ളതാണല്ലോ നമ്മളെ ആവശ്യം. അതിന് മാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്ത് കയറി നോക്കാം അല്ലേ. ഇതേ ടൈൽ തന്നെ എല്ലായിടത്തും കൊടുത്തു അല്ലേ. ടൈൽ തന്നെ മൊത്തത്തിൽ കൊടുത്തു. അപ്പോക്സി ചെയ്തിട്ടുണ്ട്, സ്പേസർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം അല്ലേ. വലിയ ബെഡ്റൂം ഈ കാണുന്നതാണ്. ഇവിടെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബെഡ്. അതുപോലെ ഇവിടെ എന്താ ഇതൊക്കെ പുതിയത് ചെയ്തായിരിക്കും, പ്ലൈവുഡിൽ ചെയ്തായിരിക്കും. ചെയ്തതാണ്. അതുപോലെ 2 സൈഡ് ടേബിൾ ഉണ്ട്. ഇതേ പെയിന്റ് ആണ് അവിടെയും ഡൈനിങ്ങിലും ചെയ്തിട്ടുള്ളത്. മാച്ച് ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയാണ് വിൻഡോ വന്നത്. അവിടെ കേർട്ടനും കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ആദ്യമുള്ള വുഡാണ്. അപ്പൊ ഇതിന്റെ സീലിംഗ് ഇവിടെ അവസാനിക്കാണല്ലോ. ഇത് എങ്ങനെ ഡബിൾ ലെവലിൽ വന്നു? ഇത് 2 റൂമായിരുന്നു മുമ്പുണ്ടായിരുന്ന. 2 സൈഡ് ടേബിൾ ഉണ്ട്. ഇതേ പെയിന്റ് ആണ് അവിടെയും ഡൈനിങ്ങിലും ചെയ്തിട്ടുള്ളത്. മാച്ച് ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയാണ് വിൻഡോ വന്നത്. അവിടെ കേർട്ടനും കൊടുത്തിട്ടുണ്ട്.
സീലിംഗ് ആദ്യമുള്ള വുഡാണ്. അപ്പോൾ ഇതിന്റെ സീലിംഗ് ഇവിടെ അവസാനിക്കാണല്ലോ. ഇത് എങ്ങനെ ഡബിൾ ലെവലിൽ വന്നു? ഇത് 2 റൂമായിരുന്നു. 2 റൂമായിരുന്നു. മുമ്പുണ്ടായിരുന്ന 2 റൂമിനെ ഒന്നാക്കിയതാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ പണ്ടത്തെ റൂമുകൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോഴാണ് ഈ ഒരു ലെവലിലേക്ക് വന്നത് അല്ലേ? അപ്പോൾ ബാത്റൂം ഈ സൈഡിലേക്കാണോ? ഒരു സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. ഇത് ഓപ്പൺ ടെറസാണ്. അത്രയും കാര്യങ്ങളാണ്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ വേറെ ബെഡ്റൂം കൂടെ ഉണ്ട്, ചെറിയ റൂം, സ്റ്റഡി റൂമായിട്ട് അപ്പുറത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇത്രയും മനോഹരമായിട്ട് അല്ലെങ്കിൽ ഇത്രയും സിമ്പിൾ ആയിട്ട് ഈ വീട് ഇതുപോലെ ആക്കിയതിന് ബിനീഷ് തന്നെയാണ് അതിന്റെ ബാക്കിലുള്ള അല്ലേ? കാരണം പുതിയ വീടുകൾ ഉണ്ടാക്കുക പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം. പഴയ വീട് അതേ തനിമ നിലനിർത്തി പുതുക്കി പണിയാന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഈ വീട് ഇങ്ങനെ പുതുക്കി പണിതപ്പോൾ 26 ലക്ഷത്തിനുള്ളിൽ ഒതുങ്ങി കോസ്റ്റ് എന്നുള്ളത് മറ്റൊരു അത്ഭുതം തന്നെയാണ്. ഈ ഒരു വീടിനെ കുറിച്ച്, ഇവിടെ ഉണ്ടായിരുന്ന ഒരു പണ്ടത്തെ തറവാടിനെ കുറിച്ച് 2 വാക്ക് പറയാൻ ഇവിടെ ആരെങ്കിലും പ്രായ ആളുകളുണ്ടോ? അച്ഛനാണ് കൂടുതലൊന്നും കൂടി ഇതിനെ കുറിച്ച് പഴയ കാര്യങ്ങൾ പറയാൻ പറ്റുക. അപ്പൊ നമുക്ക് അച്ഛനോട് 1-2 കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ. എൻ്റെ കൂടെയുള്ളത് ഈ ഒരു വീടിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വീടിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു തരാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ബിനീഷ് ഏട്ടൻ്റെ അച്ഛനാണ്. കണിച്ചാടി ബാലകൃഷ്ണൻ നായർ ഏട്ടനാണ്. അപ്പോൾ ഈ ഒരു വീടിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ബിനീഷ് ഏട്ടൻ പറഞ്ഞു. പക്ഷെ അതിനും അപ്പുറമാണ് ഇതിൻ്റെ ഒരു ചരിത്രം. ശരിക്കും ഇവിടെ ഉണ്ടായിരുന്ന വീട് എന്താണത് യഥാർത്ഥത്തിൽ? വീട് തന്നെ മുമ്പ് കാലത്ത് ഒരു 5 തലമുറ മുമ്പേ എന്നോട് കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഓർമ്മയാണ്. അന്ന് ഈ പേര ഉണ്ടാക്കിയ സമയത്ത് പിന്നെ വടക്കു നോക്കില്ല എന്നാണ്. അപ്പോൾ ഇവിടെ അടുത്ത ഇല്ലം പഴയ ഇല്ലം പെരിഞ്ചീരില്ല നമ്പൂരിമാരാണ്. ഓല് കൊണ്ടുവന്നാണ് ഞങ്ങളെന്നാ പറയുന്നത്. ഓൽക്ക് ആവശ്യപ്പെട്ട കാര്യസംപണിയും മറ്റും മറിച്ചും കൃഷിപ്പണിയൊക്കെ പഠിപ്പിക്കാൻ കൃഷിക്കാരായിട്ട് കൊണ്ടുവന്നാ പറയുന്നത്. അപ്പോൾ ഈ ഉഗ്രപരം ദേശം ഫുള്ള് വീടിന് നോക്കി. അപ്പം ഒന്ന് കണ്ണഞ്ചേരി തൊടിയിലൊക്കെ നോക്കി. അപ്പോൾ അതൊന്നും പറ്റില്ല ശരിക്കും. ഈ സ്ഥലം നല്ലതാണ്. അപ്പോൾ അന്ന് വടക്ക് നോക്കിയില്ലാത്ത കാലമാണ്. അത്ര വർഷം പഴക്കാണ്. അപ്പോൾ ഏകദേശം എത്ര വർഷം ഉണ്ടാവും? അപ്പോൾ ഒരു 1000-ന്റെ അടുത്തൊക്കെ ഉണ്ടാവും. 1000-ന്റെ അടുത്ത് വർഷം മുമ്പത്തെ കഥ കേട്ടോ പറഞ്ഞത്. ഇവിടെ ഉണ്ടായിരുന്ന വീട്. അപ്പോൾ അത്രയും വർഷം പഴക്കുള്ള വീടാണ് ഈ പൊളിച്ചിട്ടുള്ളത്. എന്നിട്ട് തമ്പന മാത്രമേ, അത് പുൽപ്പരയാണ്, പുല്ലാണ്. അത് ഒരു 150 കൊല്ലം മുമ്പാണ് നന്നാക്കി ഓടാക്കി. അത് 4 കെട്ടാണ്. 4 കെട്ട്. അപ്പോൾ 150 വർഷം മുമ്പ് നിർമ്മിച്ച 4 കെട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനാണ് ഇപ്പോൾ ഈ രൂപത്തിലേക്ക് മാറ്റിയിട്ടത്. അത് ചാലിയാർ പുഴേൻ്റെ തീരത്താണ് അതെ വീട് സ്ഥിതി ചെയ്യുന്നത്. കാര്യമായിട്ട് തൊഴിലൊക്കെ കൃഷി ചെയ്യുന്നൊക്കെ വിദ്യാഭ്യാസമൊക്കെ വളരെ കുറയും. നെല്ല്, പിന്നെ നാളികേരം, കുരുമുളക്, അടയ്ക്ക, അതൊക്കെയാണ് അന്നത്തെ കൃഷി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു തറവാട് ഇവിടെ ഉണ്ടായത് അല്ലേ? അപ്പോൾ പ്രധാനമായിട്ട് ഇദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇവിടെ ഉണ്ടായ നിങ്ങളെ തറവാട് വീടാണ് പൊളിച്ചിട്ട് പൊളിച്ചില്ല ഭാഗികമായിട്ട്. ഇപ്പോൾ എന്ത് തോന്നുന്നു? അന്നത്തെ ആ ഒരു ഇത് കിട്ടുന്നുണ്ടോ? അന്നത്തെ കൃഷിയും കാര്യങ്ങളൊന്നുമില്ല, കലകളൊന്നുമില്ല. വേറുള്ളതൊക്കെ കുറച്ച് ആദ്യത്തെ ഒരു മോശം തോന്നുന്നുണ്ട്. അതെ, ഒരു പഴമ തോന്നുന്നുണ്ട്. മാക്സിമം ആ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ അത് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു വീടിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മളെ ഫേസ്ബുക്ക് പേജ് കൂടെ ഒന്ന് കയറി നോക്കണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.